നമസ്കാരം. ഞങ്ങൾ കാസ്റ്റാലെ ഇവൻറ്റ്സ് ആൻഡ് മീഡിയയുടെ പാർട്ടായിട്ട് വന്നിരിക്കുന്നതാണ്. എൻ്റെ പേര് ജിഷ്ണു എന്നാണ്, ഞാൻ ഡയറക്ടറാണ്. പൃഥ്വി റോണി ഉണ്ട്, ആൾ ഇവൻറ്റ് ഡയറക്ടറാണ്. പിന്നെ നമ്മളുടെ ഒഫീഷ്യൽസും അതുപോലെ മത്സരത്തിൽ വിജയിച്ചവരുമാണ് ഇന്ന് ഇവിടെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 12 വർഷമായിട്ട് 2014 മുമ്പാണ് കാസ്റ്റാലെ എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങുന്നത്. ഒരു ട്രസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. വലിയ ചാരിറ്റി ആക്ടിവിറ്റീസ് അതേപോലുള്ള കാര്യങ്ങളാണ് ചെയ്തു പോന്നിരുന്നത്. പിന്നീടാണ് ഇവൻ്റ് എന്നുള്ള നിലയിലേക്ക് മാറുന്നത്. നമ്മൾ ഓൾ കേരള ഇവൻറ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഏകദേശം ഇതിപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന മിസ് ആൻഡ് മിസ്സസ് ട്രാവങ്കൂർ, അത് നമ്മുടെ 96ാമത്തെ ഇവൻ്റാണ്, 96ാമത്തെ ഷോയാണ്. അപ്പോൾ നോർമലി നമുക്ക് സാധാരണയായി എറണാകുളമാണ് ഫാഷൻ അല്ലെ സൗന്ദര്യ മത്സരങ്ങളുടെ ഒരു ഹബ്ബ് കേരളത്തിൽ പറയുവാണെങ്കിൽ. അപ്പോൾ അത് മാറ്റം കൊണ്ടുവന്ന് ഒരു 2014 ആദ്യമായിട്ട് ഇവിടെ ഒരു സൗന്ദര്യ മത്സരം കൊണ്ടുവരുന്നത് നമ്മൾ കാസ്റ്റാലെയാണ്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ചായിരുന്നു നടന്നത്. അപ്പം അന്ന് മുതൽ മിസ് ട്രാവങ്കൂർ എന്ന് പറയുന്ന ഒരു സൗന്ദര്യ മത്സരം നമ്മൾ എല്ലാ വർഷവും എന്ന് പറഞ്ഞാൽ കൊറോണ ടൈമിൽ നമ്മൾ നടത്തിയിട്ടില്ല. അങ്ങനെ ഒരു 5 വർഷം, ഇതിപ്പോൾ 5ാമത്തെ സീസണായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച സെൻറ്റ് സേവിയേഴ്സ് കോളേജിൻ്റെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചാണ് നടന്നത്, കഴക്കൂട്ടത്ത്. അപ്പം അതിൽ വിജയിച്ചിട്ടുണ്ട് നമ്മൾ ഓരോ കാറ്റഗറി. നമുക്കിവിടെ ഫാഷൻ അല്ലെങ്കിൽ ഷോ എന്നൊക്കെ പറയുന്ന, അല്ല സൗന്ദര്യ മത്സരം എന്ന് പറയുമ്പോൾ കേവലം സൗന്ദര്യം എന്നുള്ളത് മാത്രമല്ല, പലതരം, അതായത് അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു കോൺഫിഡൻസ്, പേഴ്സണാലിറ്റി, അവരുടെ ടാലൻറ്റ്, അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഏജ് ഡിസ്ക്രിമിനേഷനോ ജെൻഡർ ഡിസ്ക്രിമിനേഷനോ അങ്ങനെയൊന്നുമില്ല. നമുക്കിവിടെ 3 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് അതിൽ കൂടുതൽ പറ്റുമെങ്കിൽ അതിൽ കൂടുതൽ പറ്റുന്നവർക്കും മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാനുള്ള അവസരം പല കാറ്റഗറികളായിട്ട് നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ 3 വയസ്സുള്ളൊരു കുട്ടി മുതൽ, അതായത് ടൈറ്റിൽ വിന്നർ ആയിട്ടുള്ള ആൾ ആംശ്രീ എന്നാണ് പേര്. അതേപോലെ തന്നെ നമുക്ക് അതുപോലെ തന്നെ ജൂനിയർ വിഭാഗം ബോയ്സിൽ എറിക് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്. അത് 3 വയസ്സേ ഉള്ളൂ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ടൈറ്റിൽ വിന്നറായിരിക്കുന്ന ആൾക്കാരാണ് അവരൊക്കെ. അത്രയും ഇതിൽ തന്നെയുള്ളവരാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൽ ശേഷമുള്ളത് സീനിയർ കിഡ് കാറ്റഗറിയാണ്. അതായത് ഏകദേശം ഒരു 13-14 വയസ്സ് വരെയുള്ള 8 മുതൽ. അതിലും വിന്നറായിരിക്കുന്ന ആരാധ്യ എന്ന് പറയുന്ന ആളുണ്ട് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ. പിന്നീട് അതേപോലെ തന്നെ അടുത്തതായിട്ടുള്ളത് മിസ് വിഭാഗമാണ്. മിസ് വിഭാഗത്തിൽ നമുക്ക് ടൈറ്റിൽ വിന്നറായിട്ടുള്ള കിരീടം കരസ്ഥമാക്കി ഡോക്ടർ ഇന്ദുജ എന്ന് പറയുന്ന ആളാണ് ഉള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ റണ്ണറപ്സുകളുണ്ട്, ഡോക്ടർ ആദിത്യ, അതേപോലെ തന്നെ ദേവിക എന്നുള്ളവർ ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ മിസ്സിസ് വിഭാഗത്തിൽ, കല്യാണം കഴിഞ്ഞവർ 18 വയസ്സ് മുകളിലുള്ളവർ, അത് വിഭാഗത്തിലുള്ളത് മിസ്സസ് ലിൻഡ ഇവിടെ ഉണ്ട്, വിന്നറായിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വിന്നറായിട്ടുള്ള എലിസബത്ത് നിമിഷ എന്നുള്ളവരുണ്ട്, അവർ വന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ മെയിൽ വിഭാഗത്തിൽ, മിസ്റ്റർ വിഭാഗത്തിൽ വിന്നറായിട്ടുള്ള അനന്തു ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അതിൽ സോനു, സഞ്ജു എന്നിവരുണ്ട്. അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉള്ളവർ, അതായത് മിസ്സസ്, മിസ്റ്റർ, കിഡ്, ജൂനിയർ, സീനിയർ, അങ്ങനെ എല്ലാ കാറ്റഗറിയിലും ഉള്ളവർ പങ്കെടുത്തിട്ടുള്ള ഒരു മത്സരമാണ്. നമ്മളെല്ലാ കാലങ്ങളിലും അങ്ങനെ തന്നെയുള്ള മത്സരങ്ങളാണ് നടത്തിപ്പോരുന്നത്. അപ്പം മെയിൻലി ഒരു ട്രിവാൻഡ്രത്ത് ഒരു ഫാഷൻ ഷോ അല്ലെങ്കിൽ പേജൻ്റ് സൗന്ദര്യ മത്സരം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നടത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെയാണ് നമ്മൾ ഒരു 10 വർഷമായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. 96ഓളം മത്സരങ്ങൾ അങ്ങനെ നമ്മൾ നടത്തിയിട്ടുണ്ട് ഓൾ കേരള, ട്രിവാൻഡ്രത്തും എറണാകുളത്തും കോട്ടയത്തും ഒക്കെ ആയിട്ട്. അപ്പം നമ്മളുടെ അതേപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾ ആലോചിക്കുന്ന നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മൾ റോബോട്ടുകളെ അല്ലെ AI ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു ബ്യൂട്ടി പേജൻറ്റ് ചെയ്യണമെന്നുള്ളത്, സൗന്ദര്യ മത്സരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ AI ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിൽ തന്നെ പേജൻറ്റ് മത്സരം, ഫാഷൻ ഷോകൾ നടന്നിട്ടുണ്ട്, മത്സരം അങ്ങനെ ആരും നടത്തിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യുക എന്നുള്ളൊരു സ്വപ്ന പദ്ധതി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് കാര്യങ്ങളോട് അതിന് റെഡിയാക്കാനുണ്ട്. എന്തായാലും അറിയിക്കുന്നതാണ് മീഡിയകളിൽ അങ്ങനൊരു കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക്. അപ്പോൾ അതാണ് നമുക്ക് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി ഇവൻറ്റ് ഡയറക്ടറായുള്ള പൃഥ്വി റോണി പറയുന്നതാണ് നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളോടുള്ളത്. ഹായ്, നമസ്കാരം. ഞാൻ പൃഥ്വി റോണി. നമ്മുടെ നെക്സ്റ്റ് ഇവൻറ്റ് വരുന്നത് ഫേസ് ഓഫ് കേരള 2026 3rd സീസണാണ്. അതിൽ വരുന്ന കാറ്റഗറീസ് ഇതേപോലെ കിഡ്സിൻ്റെ സീനിയർ, ജൂനിയർ, മിസ് കാറ്റഗറി, മിസ്സസ് കാറ്റഗറി, മിസ്റ്റർ കാറ്റഗറി, പിന്നെ എബോവ് 50 കാറ്റഗറി. അത് നമ്മുടെ ഫേസ് ഓഫ് കേരളയുടെ മാത്രം വരുന്നൊരു സെക്ഷനാണ് എബോവ് 50 എന്നുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വിന്നർ 70 ഇയേഴ്സ് ഉള്ള ഒരു ആൻറ്റി ആയിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇതിലൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ എല്ലാവരെയും
നമുക്ക് ആ ഒരു ഇതിലേക്ക് കൊണ്ടുവരാം. ചിലപ്പം ആഗ്രഹം കാണും, ഏജ് ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെച്ചിട്ട് ചെറുപ്പത്തിൽ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇപ്പോൾ ആഗ്രഹമുള്ളവർക്കൊക്കെ മുന്നോട്ട് വരാം. മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ഒക്കെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാം. അതേപോലെ നമ്മുടെ യൂഷ്വലി എല്ലാ ഷോസിനും എന്തെങ്കിലും ഒരു സോഷ്യൽ റെലവൻസ് ഉള്ള തീം വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ചെയ്ത പോത്തങ്കോടുള്ള ഷോ നമ്മൾ ഗോ ഗ്രീൻ എന്ന് പറഞ്ഞിട്ട് ഇക്കോ ഫ്രണ്ട്ലി ഷോ ആയിരുന്നു. പിന്നെ സേ നോ ടു ഡ്രഗ്സ്, യെസ് ടു ഫാഷൻ എന്ന് പറഞ്ഞൊരു തീമുണ്ട്, വിമൻ എംപവർമെൻറ്റ്. അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ റെലവൻസ് എല്ലാ ഷോസിലും നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കാറുണ്ട്. അപ്പം ഇനിയും മുന്നോട്ടും നമ്മുടെ എല്ലാ പ്രോഗ്രാംസിനും മീഡിയയുടെ എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. നമുക്ക് അതുപോലെ ഇപ്പോൾ ഇതിൽ ഈ പറയുന്ന പോലെ ലഹരിക്കെതിരെ ഉള്ള ക്യാമ്പയിനായിട്ടാണ് ഈ വർഷം 2025 നമ്മൾ ചെയ്തത്. 24 നമ്മൾ ഈ പറയുന്ന പോലെ എക്കോ ഫ്രണ്ട്ലി സസ്റ്റൈനബിൾ ഫാഷൻ എന്ന് പറഞ്ഞാണ് ചെയ്തത്. നേരത്തെ നമ്മൾ എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അങ്ങനെ ഓരോ സ്ഥാപനങ്ങളുമായിട്ട് ചേർന്നും ഇത് പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നമുക്കിപ്പോൾ ജസ്റ്റ് ടൈറ്റിൽ വിന്നർ 1-2 പേര്, എല്ലാവർക്കും സമയമില്ല, 1-2 പേർക്ക് ജസ്റ്റ് അവരുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയാം. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അതേപോലെ നമ്മളുടെ ഈ പറയുന്ന പോലെ നമുക്ക് ആർക്ക് കോണ്ടാക്റ്റ് തരുവാണെങ്കിൽ നമ്മുടെ ഈ ഫോട്ടോ വീഡിയോയുടെ ഡ്രൈവ് നമ്മൾ അയച്ചു തരുന്നതാണ് മീഡിയകൾക്ക്. നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദുജ, SK ഹോസ്പിറ്റൽ കാർഡിയോളജി ജൂനിയർ റെസിഡൻ്റ് ആണ്. എൻ്റെ ഫസ്റ്റ് പേജൻറ്റ് ഷോ ആണ്. അതും കാസ്റ്റാലിയ പോലെ വളരെ ലെഗസി ഉള്ള ഒരു കമ്പനിയുടെ കൂടെ ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഫസ്റ്റ് പേജൻറ്റ് ഷോയിൽ തന്നെ ടൈറ്റിൽ വിന്നറായി, മിസ് ട്രാവൻകൂറായി. ഫാഷൻ ഇൻഡസ്ട്രിയിൽ ഒരു പുതിയ മാറ്റം തന്നെ കൊണ്ടുവരുന്ന ഒരു കമ്പനിയാണ് കാസ്റ്റാലിയ. ബിക്കോസ് ഏജ്, വെയ്റ്റ്, ഹൈറ്റ് ക്രൈറ്റീരിയാസിനെല്ലാം അപ്പുറം പേഴ്സണാലിറ്റി, ടാലൻറ്റ് പോലുള്ള കാര്യങ്ങൾ അപ്രിഷ്യേറ്റ് ചെയ്യാനും പല ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനും കാസ്റ്റാലിയക്ക് ഇങ്ങനത്തെ പേജൻറ്റ് ഷോസ് വഴി കഴിയുന്നുണ്ട്. പിന്നെ അവരുടെ ഫ്യൂച്ചർ സംരംഭങ്ങൾക്കും അങ്ങനെ തന്നെ ഉള്ളൊരു ഇതിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു. ഹായ്, ഗുഡ് മോർണിംഗ് എവ്രി വൺ. സോ ഇവിടെ പറഞ്ഞതുപോലെ മിസ്സസ് കാറ്റഗറിയുടെ ടൈറ്റിൽ വിന്നറാണ് ഞാൻ. സോ നമ്മുടെ സൊസൈറ്റിയിൽ ഇൻ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എത്രത്തോളം നമ്മൾ മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞിരുന്നാലും അതൊരു ബാരിയർ തന്നെയാണ്. എത്ര പേര് അത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ കാസ്റ്റാലിയാണ് ഞാൻ ഫസ്റ്റ് ടൈം ഞാനൊരു റാമ്പിൽ ഇറങ്ങുമ്പം അവരാണ് എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തരുന്നത്. അവർക്കൊരിക്കലും ഏജോ കളറോ സൈസോ ഒന്നും അവർ ബാരിയറായിട്ട് വച്ചിട്ടില്ല. ബീങ് എ ഫ്രഷർ, they have shown the confidence that okay, this person can walk on the ramp. അത് കാസ്റ്റാലിയ പോലെ ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനി ഞങ്ങളിൽ വിശ്വാസം അർപ്പിച്ച് ഞങ്ങളെ റാമ്പിൽ ഇറക്കണമെങ്കിൽ അത് അവർക്ക് ഞങ്ങൾക്കൊരു പ്രിവിലേജ് ആണ് ദാറ്റ് ദേ ഹാവ് ട്രസ്റ്റഡ് ഓൺ us. And the one thing being the title winner for the Mrs. category, I would say that no, don't ever think that this is the limit after marriage or after getting divorced. Don't ever think ഇതാണ് നിങ്ങളുടെ ലിമിറ്റ്, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒന്നുമില്ല. ബിക്കോസ് ഐ ആം വൺ ഓഫ് ദ ലീഡിങ് എക്സാമ്പിൾസ് ദാറ്റ് യു ക്യാൻ ഷോ. സോ പ്ലീസ് ഗോ ഫോർവേഡ്, ഫൈറ്റ് ഫോർ യുവർ സെൽഫ്, ലീവ് ഫോർ യുവർ സെൽഫ് ആൻഡ് ഷൈൻ ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്രൗഡ്. ദാറ്റ്സ് വാട്ട് ഐ ഹാവ് ടു സേ. എവരിവൺ, എൻ്റെ പേര് അനന്തു എന്നാണ്, അനന്തു ജയകുമാർ. ഞാൻ ട്രിവാൻഡ്രം തന്നെയാണ്. ഞാനൊരു കമ്പനിയിൽ ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ വർക്കിൻ്റെ ഇടയിലും ഫാഷൻ ഫീൽഡ് കൊണ്ടുപോകാനും പിന്നെ ആ ഒരു ഇതൊരു ഫീൽഡല്ല എൻ്റെ, പക്ഷെ എന്നാലും എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തിട്ട് എൻ്റെ തരത്തിലായ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഫാഷൻ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനും എന്നെ ഹെൽപ്പ് ചെയ്ത എൻ്റെ കൊറിയോഗ്രാഫർ വിമൽ ആൻഡ് കാസ്റ്റാലിയ അവരെല്ലാവരും എന്നെ നല്ല രീതിയിൽ ഗ്രൂം ചെയ്തു. ഇതെൻ്റെ സെക്കൻഡ് പേജൻ്റാണ്. സോ ഫസ്റ്റിലും ഞാൻ ടൈറ്റിൽ വിന്നറായിരുന്നു, സെക്കൻഡിലും ഗോഡ്സ് ഗ്രേസ് ഞാൻ ടൈറ്റിൽ വിന്നറായി. സോ ഞാനാണ് മിസ്റ്റർ ട്രാവൻകൂർ. സോ താങ്ക് യു എവരി വൺ for supporting. Bye.